ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അമലിനെയാണ് കേട്ടോ. അതെ, നമ്മുടെ അഖിലയും നമ്മുടെ അർജുനെയും കാൽവരിക്കും പറഞ്ഞയച്ചാലും ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. നീ ഒന്നിൽ നിന്ന് രക്ഷപ്പെട്ടതാ ഇനി നീ മണ്ടത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞു കൂട്ടുകാരൻ. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. എടാ, നീ എന്താടാ വിചാരിച്ചത് എന്ന് ചോദിച്ചോ. ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞ കാര്യമാണ്. എൻ്റെ കയ്യിൽ അഖില എത്തിയില്ല എങ്കിൽ അവളെ ഞാൻ ജീവനോടെ വച്ചേക്കില്ല, ആ അർജുനെയും ഞാൻ വെച്ചേക്കില്ല, ഞാൻ തീരുമാനിച്ചുറപ്പിച്ച എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവനിങ്ങനെ ആകെ അപ്സെറ്റായിട്ട് ഇങ്ങനെ നടക്കുന്നു പോവാണ് കേട്ടോ. അവൻ്റെ പോക്ക് കണ്ടിട്ട് എന്താണെങ്കിലും ഇവൻ നന്നാവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇവൻ എന്തെങ്കിലും ചെയ്തേ പണി ഒപ്പിക്കും. എന്ത് ചെയ്യുമെന്ന് പറ. ഇവൻ്റെ ജീവിതം മിക്കവാറും ജയിലിൽ തീരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ കാണുന്നത് നമ്മുടെ ജാനുക്കുട്ടീനെയാണ്. അപ്പോൾ ജാനുക്കുട്ടി ആകെ വിഷമിച്ച് മീനു ആൻറ്റിയെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും ഉമ്മർത്തിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുകയാണ്, മുത്തശ്ശ മീനു ആൻറ്റിയെ ഡിസ്ചാർജ് ചെയ്തു എന്നല്ലേ പറയണത്? എന്നിട്ട് എന്താ മുത്തശ്ശ വരാത്തത്? വരും മോളെ, ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ദേ വണ്ടി വന്നിറങ്ങി. അപ്പോൾ ആ പുറകിന് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാലു രാജേന്ദ്രനും ഉണ്ട്. അപ്പോൾ ഇറങ്ങി വന്നു. അപ്പം പതുക്കെ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞ് അപ്പം ജാനുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. മോളെ സൂക്ഷിച്ച് വാട്ടോ മോളെ, പതുക്കെ എന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശൻ ആകെ വിഷമിച്ചു. ഭയങ്കര വേദനയൊക്കെ ഉണ്ട് മീനുവിന്. അപ്പം മീനു ആകെ വിഷമിച്ചാട്ടോ വരുന്നത്. അപ്പോൾ ഇവർ കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരികയാണ്. അപ്പോൾ മുത്തശ്ശനും ജാനുകുട്ടിയുടെ നേരെ വേഗം തന്നെ എഴുന്നേറ്റ് അങ്ങ് ചെന്നു. എന്നിട്ട് മോളെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചോ. കാത്തിരിക്കുമായിരുന്നു നിങ്ങളെ ഞാൻ ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ജാനുകുട്ടി അടുത്തേക്ക് ചെന്നു. ഞാൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് മുത്തശ്ശൻ പറയുക. രാത്രി അർജുനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഞാനാ, അതായതിനൊക്കെ കാരണം. അച്ഛൻ എന്തൊക്കെയാണ് പറയണത്? സംഭവിക്കാനുള്ളത് എപ്പോഴാണെങ്കിലും സംഭവിക്കില്ലേ, അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു രാജേന്ദ്രൻ. ഡോക്ടർ എന്താ മോളെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പം മീനുവിന് മിണ്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. വേദനയുണ്ടെങ്കിൽ സംസാരിക്കണ്ട. അച്ഛാ, നല്ല മുറിവുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുക ചെയ്തു. മുറിവിൽ പുരട്ടാനായിട്ട് ഓയിൽമെൻറ്റും അതുപോലെ തന്നെ കഴിക്കാൻ ഗുളികളും ഒക്കെ തന്നിട്ടുണ്ട്. അത് കൃത്യസമയത്ത് കഴിച്ചാൽ മതി. 1-2 ദിവസം നോക്കാം. എന്താണെങ്കിലും മുറിവ് ഉണങ്ങിയില്ല എങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും കാണിക്കാം എന്ന് പറഞ്ഞു മാലു. വലുതെന്തോ സംഭവിക്കാനുള്ളത് ഇനി ഇങ്ങനെ അങ്ങ് പോയി തീർന്നു എന്ന് കരുതിയേച്ചാൽ മതി, വിഷമിക്കണ്ട എന്ന് മുത്തശ്ശനും പറഞ്ഞു. മീനു, നീ ചെന്ന് കിടന്നോ, റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ മീനു ഇങ്ങനെ തലയാട്ടി കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ പ്രഭയും കാഞ്ചനയും കൂടെ എത്തി. പിന്നെ പറയണ്ടല്ലോ പൂരം. ഓ വന്നോ, എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പാടില്ലായിരുന്നോ എന്ന് അച്ഛനോടും അമ്മയോടും ഇങ്ങനെ ചോദിക്കുകയാണ്. മീനു ഇവിടെയല്ലേ നിൽക്കേണ്ടത്? അതെ, പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിരുന്നല്ലോ അവള്. ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ ഇവള് വന്നത്? പറയേ. ഇവിടുന്ന് പോകുന്ന കാര്യം ഇവള് ഭർത്താവിനോട് പറഞ്ഞോ, എൻ്റെ അമ്മയോട് പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു എന്നോട് പറഞ്ഞു എന്ന്. അത് പോരല്ലോ, അവൾക്ക് എന്നെ കണ്ണിന് കണ്ടൂടാ, എന്നെ വിട്ടേക്ക്. പക്ഷെ പോകുന്നത് ഇവനോടെങ്കിലും പറയണ്ടേ. എന്നിട്ട് ഈ നാണം കെട്ടവൻ കാണാൻ ചെന്നിരിക്കുന്നു. അവളുടെ കാല് പിടിച്ച് കൂട്ടിക്കൊണ്ട് വരാൻ നോക്കി. നിന്നെയൊക്കെ ചാട്ടവാറ് കൊണ്ടാണ് അടിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതെ, ഒന്ന് നിർത്തൻ്റെ അമ്മേ എന്ന് പറഞ്ഞു. ഞാൻ നിർത്തില്ല. എന്നിട്ടിപ്പോൾ അതെ കെട്ടുതാലിയും കളഞ്ഞിട്ട് വന്നിരിക്കുക ശീലാവതി. അന്നേ ഞാൻ പറഞ്ഞതാ ഇവളുടെ ജാതകദോഷം കാരണം ആദ്യം മരിച്ചത് എന്ന്. എന്നിട്ടതേ ഇപ്പം ഇവനും പോകും. നോക്കിക്കോ, കഴുത്തി താലിയില്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇവനെയും ഇനി എന്തെങ്കിലും പറ്റുമെന്നുള്ളതിൻ്റെ സൂചനയാത് എന്ന് പറഞ്ഞ് പ്രഭ നിന്ന് അഴിഞ്ഞാടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആകെ വിഷമിച്ച് മീനു നിന്ന് കരയാനും തുടങ്ങി. അപ്പോൾ അച്ഛനും അമ്മയും ഇത് കണ്ടിട്ട് അവർക്ക് ആകെ സങ്കടമായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരൊന്നും മിണ്ടാതിങ്ങനെ നിൽക്കുകയാണ് മീനുവിനെ പറയുന്ന കേട്ടിട്ട്. അമ്മേ, നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? ദേ ക്ഷമിക്കൊരതിരുണ്ട് കേട്ടോ. അർജുൻ, നീ ഇവരോട് പറയുന്നതിനേക്കാൾ നല്ലത് വല്ല കാട്ടുമൃഗങ്ങളോടും പറയണതാ എന്ന് പറഞ്ഞു മുത്തശ്ശൻ. വിഷമിച്ച് നിൽക്കുക ഇവള്. നിങ്ങൾ അതിന് മണ്ടേ തീ കോരിയിടരുത്. ഈ രാശി ജാതക പ്രശ്നമൊക്കെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചതാ. വീണ്ടും വീണ്ടും അതെടുത്തിടരുത്. ഏതോ ഒരു കള്ളൻ വാഴ മോഷ്ടിച്ചു, അതിനിപ്പോൾ ഇവളെ പറഞ്ഞിട്ട് എന്താ കാര്യം? രാശിക്കാരനാണോ അവൻ മോഷ്ടിച്ചത്? നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കണത് എന്ന് ചോദിച്ചു അർജുൻ. നീ ഇവളെയും തോളത്ത് വെച്ചുകൊണ്ട് നടന്നോ, അനുഭവിക്കുമ്പോഴേ നീ പഠിക്കൂ. അർജുൻ, എന്തിനാ നീ വെറുതെ ഇവരോട് സംസാരിക്കണത്? മോളെ നീ അകത്തേക്ക് കയറിപ്പോ എന്ന് പറഞ്ഞു മീനുവിനോട്. അപ്പോൾ നമ്മുടെ ജാനൂട്ടി പറഞ്ഞു, ബാ ആൻറ്റി നമുക്ക് അകത്തേക്ക് കയറിപ്പോകാം എന്ന് പറഞ്ഞു കേട്ടോ. ചെല്ലു മീനു എന്ന് അർജുനും പറഞ്ഞു.
അപ്പോൾ ഇവർ രണ്ടുപേരും മീനുവിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആകെ സങ്കടമായി. മീനുവിൻ്റെ കണ്ണീരൊക്കെ കണ്ടിട്ട് അവരാകെ വിഷമിച്ച് പോയി കേട്ടോ. ശരിക്കും ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കൊള്ളാവോ? അപ്പോൾ പെട്ടെന്ന് തന്നെ അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ നിന്നപ്പോഴത്തേന് മാമ ആൻറ്റി വാ അകത്തേക്ക് കയറിയിരിക്കാം. വേണ്ട മോനെ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. വേണ്ട അച്ഛാ, വയറ് നിറയെ പ്രഭാവതിയും കാഞ്ചനയും തന്നല്ലോ, വയറ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു എന്ന് മാലു പറഞ്ഞു. അപ്പോൾ അതേ കാഞ്ചനയും വിളിച്ചുകൊണ്ട് പ്രഭ അകത്തേക്ക് കയറി അങ്ങ് പോയി. അപ്പോൾ അർജുനും അതുപോലെ തന്നെ മുത്തശ്ശനും മാത്രമേ അവിടെ നിൽപ്പുള്ളൂ. അതെ മാമ, അവർ പറയുന്നതൊന്നും മനസ്സിൽ വെക്കല്ലേ. ഇല്ല മോനെ, ഒരിക്കലും ഇല്ല. ഒരു ഗ്ലാസ് ചായയെങ്കിലും കഴിച്ചിട്ട് പോ, ഇതുവരെ വന്നതല്ലേ, കയറിയിരിക്കുക എന്ന് പറഞ്ഞു. വേണ്ടച്ചാ, അതെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, വീട്ടിൽ 2-3 പേര് കാത്തിരിക്കുക, പിന്നെ സൗകര്യം പോലെ വരാമല്ലോ, ചായ മാത്രമല്ല ഊണും കഴിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ആ വിഷമമൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അച്ഛന് ശരിക്കും വിഷമമായിട്ടോ, ഇവരിങ്ങനെ മനസ്സ് നൊന്നിറങ്ങി പോകണമെന്ന് ഓർത്തപ്പോഴത്തേനും മുത്തച്ഛന് വല്ലാത്ത സങ്കടമായി. സാരമില്ല അച്ഛാ, മീനുവിനെ ഇവിടെ കൊണ്ടുവിടാൻ വന്നതല്ലേ, കൊണ്ടുവിട്ടു, ഇനി ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞു മാലു. രാജേന്ദ്രേട്ടാ വാ പോകാം എന്ന് പറഞ്ഞ് മാലുവും രാജേന്ദ്രനോട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശനും നമ്മുടെ അർജുനും ഭയങ്കര സങ്കടമായിട്ടോ. ശരിക്കും എന്തൊരു കഷ്ടമാണെന്ന് ചോദിച്ചാൽ. അപ്പോൾ ഇവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുകയാണ്. അപ്പോൾ പ്രഭയും നമ്മുടെ കാഞ്ചനെ അകത്ത് ചെന്നിട്ട് വയറും മനസ്സും അവളുടെ നിറഞ്ഞു പോലും, കുറച്ചുകൂടി വിളമ്പി കൊടുക്കേണ്ടതായിരുന്നു, പിന്നെ കൊടുക്കാം എന്ന് പറഞ്ഞു. രാശി കെട്ടവള് പോയെന്നാ കരുതിയത്, പിന്നെയും വിളിച്ചോണ്ട് വന്നിരിക്കുക. എന്തൊരു കഷ്ടകാലമാണ്. അപ്പോൾ പ്രഭ അകത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണുന്നത് രാജേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് മുത്തശ്ശൻ രാജേന്ദ്ര എന്ന് വിളിച്ചു. അതെ അച്ഛ വിഷമിക്കണ്ടെന്നേ, ഞങ്ങൾ പിണങ്ങി പോകുന്നതല്ലോ അല്ലേ മാലു എന്ന് ചോദിച്ചു. അതെ, ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കും മഹേന്ദ്രനും ഒക്കെ നന്നായി അറിയാം. പിന്നെ അടിച്ചൊതുക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ പെണ്ണുങ്ങളായില്ലേ, അതുകൊണ്ടാവും അങ്ങനെ ചെയ്യാത്തത്. മഹേന്ദ്രൻ എത്ര തവണ പറഞ്ഞു നോക്കി, കൂടെ നിർത്തി ഉപദേശിച്ചു, എന്നിട്ടോ ഒന്നും അവരുടെ ചെവി കയറില്ല. അവർക്ക് തോന്നുന്നത് പോലെ അവരങ്ങ് പ്രവർത്തിക്കും. ക്ഷമിക്കുന്നതിനും ഒരതിരൊക്കെ ഇല്ലേ. മഹേന്ദ്രൻ ഇവിടെ ഇല്ലാത്തത് അവരുടെ ഭാഗ്യമായി, അല്ലാതെ എന്ത് പറയാനാ രാജേന്ദ്ര എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് സങ്കടമായി എന്ന് മനസ്സിലായി. നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം, അവരീ പറഞ്ഞതിനൊക്കെ ഞങ്ങൾ ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞു മുത്തശ്ശൻ. അപ്പോൾ ഇവർക്ക് സങ്കടമായിട്ടോ. സ്വന്തം മകളെ പോലെയാണ് ഞാനും മഹേന്ദ്രനും നമ്മുടെ മീനുവിനെ കാണുന്നത്. നിങ്ങൾക്ക് അറിയാലോ, അവൾക്ക് എന്തും പറയാനായിട്ട് മീനുവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്നൊന്നും നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ. എപ്പോഴും ഞങ്ങൾ മീനുവിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതെ, അവളെ വേദനിപ്പിക്കില്ല എന്ന് രാജേന്ദ്രനോട് പറയാം, കരയിപ്പിക്കില്ല ഞങ്ങൾ. പക്ഷേ എങ്കിൽ നീ എങ്ങനെ അവളെ നോക്കിയോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ അവളെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. മോളുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ രാജേന്ദ്ര എന്ന് പറഞ്ഞു. ഞങ്ങളുണ്ട് അവൾക്ക്, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നോ, ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങളുടെ മോളെ അവരിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്, അറിയാലോ അച്ഛന് എന്ന് ചോദിച്ചു. എന്നിട്ടും ഞങ്ങൾ അവരോട് ദേഷ്യത്തിൽ പോലെ ഒരു മറുപടി പോലും പറയാതെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിന് കാരണം അച്ഛനും മഹേന്ദ്രനും ഈ നിൽക്കുന്ന ഇവനും ഒക്കെയാ എന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചറിയോ, മീനുവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവില്ലേ ഇവന്. അവൾക്ക് പിന്നെ അവളെ പൊന്നുപോലെ നോക്കുന്ന ഒരു അച്ഛനും മുത്തച്ഛനും ഇല്ലേ ഇവിടെ. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ക്ഷമിച്ചത്. പിന്നെന്തിനാ ഞങ്ങൾ ഞങ്ങളുടെ മോളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത്? നിങ്ങളെയൊക്കെ വിശ്വസിച്ചല്ലേ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേങ്കിൽ നിങ്ങളൊന്നും ഞങ്ങളുടെ കുഞ്ഞിനെ വേദനിപ്പിക്കില്ല എന്ന് എനിക്കറിയാം. അവരൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേങ്കിൽ നിങ്ങളുണ്ടല്ലോ എൻ്റെ മോക്ക്, അത് മതി എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ ആകെ സങ്കടമായിട്ടോ, കരഞ്ഞാണ്. എന്താണെങ്കിലും അവളെ ഓർത്ത് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല കേട്ടോ, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം മാലും ഇത് കേട്ടിരുന്നിട്ട് ആ മാലുവിൻ്റെയും കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. ആകെ സങ്കടത്തിലായി. മോളെ ഓർത്ത് അവർക്കൊരു വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ട്. എന്നാൽ ശരി ബാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അർജുൻ, നീ വിഷമിക്കണ്ട കേട്ടോ. അതെ, നീ ഇനിയിപ്പം അമ്മയോടും പെങ്ങളോടും ഇതിൻ്റെ പേരിൽ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. അതിൻ്റെ പേരിൽ ഇനി അവർക്ക് മീനുവിനോടുള്ള ദേഷ്യം കൂട്ടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ മാലുവും രാജേന്ദ്രനോട് ഇറങ്ങിയിട്ടോ. മുത്തശ്ശനും അതുപോലെ അർജുനും ഭയങ്കര സങ്കടമായി. എന്ത് ചെയ്യാനാ, ഇവർ എത്ര പറഞ്ഞാലും നന്നാവില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും. അപ്പം അർജുൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. പാവം, എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശ, ഇനിയിപ്പോൾ ചേച്ചി അമ്മയും എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അവർ
ഇങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ. അവർക്ക് നന്നായി വിഷമായിട്ടുണ്ട് നമ്മുടെ മാമനും ആൻറ്റിക്കും. എന്ത് ചെയ്യാനാ മോനെ, ഇറക്കി വിടാൻ പറ്റുമോ? ആ അവസ്ഥയിലായി പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പം മീനുവിനെ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉള്ള പാത്രമെല്ലാം തല്ലി പൊട്ടിക്കുകയാണ് നമ്മുടെ പ്രഭ. അവിടെ നിന്ന് സകല പാത്രങ്ങളും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു പൊട്ടിക്കുക. കാഞ്ചനയോടാണ് ഈ പറയണത്. പക്ഷേ മീനു കേൾക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെ ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. ഇവളുമായിട്ട് കല്യാണം വേണ്ട വേണ്ടെന്ന് ഞാൻ 1000 തവണ പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ലല്ലോ, എന്നിട്ട് അനുഭവിച്ചു, എന്നിട്ടിപ്പം കുറ്റം മുഴുവൻ എനിക്കാ എന്ന് പറഞ്ഞു. എന്നോടാ ഇപ്പം നിർത്താൻ പറയണത് എന്ന് പറഞ്ഞ് ഓരോരോ പാത്രങ്ങൾ തല്ലിക്കൊണ്ടിരിക്കുക. അവൾ എന്നീ വലതുകാല് വെച്ച് കയറിയോ അന്ന് പോയി ഇവിടുത്തെ സന്തോഷവും സമാധാനവും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഭ. അപ്പോൾ ഇത് കേട്ട് മുത്തശ്ശനും അർജുനും ഇരിപ്പുണ്ട്. അപ്പോൾ അപ്പുറത്ത് മീനുവും നമ്മുടെ ജാനുക്കുട്ടിയും. അതെ, പല അമ്മായിയമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വീട്ടിൽ ഐശ്വര്യം ഉണ്ടായത് മരുമോള് വന്നതിന് ശേഷമാണെന്ന്. ഇവിടെയും വന്ന് കയറിയിട്ടുണ്ടോ ഒരു സാധനം. ഓഹ്, എന്ത് കഷ്ടമാണ്, നാശിച്ചവള്. അവൾ വളർന്ന് ഇങ്ങനെയുള്ളവളൊക്കെ ഈ ഭൂമിയിൽ വേറൊന്നും പിറന്നിട്ടുണ്ടാവില്ല. ഹോ, എൻ്റെ ദൈവമേ, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കയറി വന്നല്ലോ. എൻ്റെ പൊന്നു ദൈവമേ, എന്തൊരു രാശിയായത്. കല്യാണം നിശ്ചയം കഴിഞ്ഞ് എന്താ പറയുക, താലി കെട്ടുന്നതിന് മുമ്പ് ഒരുത്തനെ കൊണ്ടുപോയി, ഇനിയിപ്പോൾ രണ്ടാമത്തിനെ കുരുതി കൊടുക്കാനായിട്ട് നിൽക്കുക. ഇവരെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് അർജുൻ കയറിപ്പോകാൻ തുടങ്ങിയപ്പം വേണ്ട മോനെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ കയ്യെ പിടിച്ചു. നീ പോയാൽ അവർ കൂടുതൽ എന്താണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. കുറേ കഴിയുമ്പോഴത്തേനും അവർ താനെ നിർത്തിക്കോളും. എന്തിനാ വെറുതെ പറഞ്ഞിട്ട് അലച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ അർജുന് വല്ലതും പറ്റുമോന്നായി എൻ്റെ പേടി. അതേമ്മേ, അതിൻ്റെ ദുസൂചനയാണ് ഇപ്പം നമുക്ക് ദൈവം കാണിച്ചു തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതേ താലിയില്ലാതെ വന്നിരിക്കുക. അയ്യോ, അർജുൻ്റെ ജീവന് എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞു. അവളുടെ രാശി കാരണം ഇനിയിപ്പം അവൻ ആപത്ത് സംഭവിക്കും കാഞ്ചനെ എന്ന് പറഞ്ഞു. ഭയങ്കര അയ്യോ എൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞ് പ്രഭ ഭയങ്കര കാർച്ച. അപ്പോൾ ഇത് കേട്ട് കാഞ്ചനയും നല്ല കുടുംബത്തിൽ പിറന്നവളാണ് എങ്കിൽ ഭർത്താവിനോട് പറയാതെ സ്വന്തം വീട്ടിൽ പോവോ? അതൊന്നുകൂടെ മൂപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് നാണം കിട്ടവൻ പോയി പൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അവൾ ഭാഗ്യമാണ് അവൾ പോയതെന്ന് കരുതി ഒഴിവാക്കുകയല്ലേ ചെയ്യേണ്ടത്. വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ, വലിച്ചു വിളിക്കുകയല്ലേ. കെട്ടുതാലിയും പോയി, ഇനി അവനും പോകും. ആ രാശി കെട്ടുകളെ കൊണ്ട് ഈ കുടുംബത്തിന് കണ്ണീര് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. മീനു ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം ഇവരിങ്ങനെ മിണ്ടാതിങ്ങനെ കുറേ നേരം നിന്നോ. കേട്ട് മടുത്തു. ഇനി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശ എന്ന് പറഞ്ഞ് അർജുൻ അകത്തേക്ക് കയറി ചെന്നു. നാണോ മാനോ ഉണ്ട് അവളുടെ അച്ഛന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, എന്നാൽ പിന്നെ അയാൾക്ക് മോളെ അയാൾ ഇവിടെ നിർത്തിയിട്ടല്ലേ പോയത് എന്ന് ചോദിച്ചു. നിർത്ത് എന്ന് പറഞ്ഞ് അർജുൻ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴത്തേനും പ്രഭ ഉണ്ടല്ലോ, പിന്നെ പറയണ്ടല്ലോ പ്രഭയുടെ പൂരപ്പാട്ട്. വാടാ 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 എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, എടാ നീ എന്താടാ ചെയ്യാൻ പോണത്? നീ നിൻ്റെ കെട്ടിയോക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നാണോ? അവൾക്ക് വേണ്ടിയിട്ട് നീ എന്നെ അടിക്കാൻ വന്നാണോ? അടിക്കടാ, നീ എന്നെ അടിക്കുക എന്ന് പറഞ്ഞു. വീട്, നീ എന്ത് സംഭവിച്ചാലും രാശി എന്ന് പറഞ്ഞാൽ അവളെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? കള്ളം മാല പൊട്ടിച്ചുകൊണ്ട് പോയതിന് അവളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. നിൻ്റെ ഏട്ടനെ സംഭവിച്ചതുപോലെ നിനക്ക് സംഭവിക്കും. അത് തന്നെയാണ് എൻ്റെ പേടി എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നമ്മേ അർജുൻ, നീ ഒന്നൊക്കെ മനസ്സിലാക്കുക. ഞങ്ങളീ പറയുന്നത് നിന്നെക്കുറിച്ചുള്ള ആദ്യം കൊണ്ടാണ് ഞങ്ങൾ പറയണത് എന്ന് കാഞ്ചന പറയുകയാണ്. അതെ, നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടിയാ. അതെ, അവളുടെ ജാതക ദോഷം കൊണ്ടാണ് ആദ്യം പോയത്. അതുകൊണ്ട് നിനക്കും നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ ദൈവത്തെ ഓർത്ത്? ആരെപ്പം മരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. വിധി പോലെ നടക്കും. അല്ലാതെ ആ പാവത്തിനെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? അവൾ പാവോ? മറ്റുള്ളവരുടെ ജീവനെടുത്ത് അവളാണോ പാവം? നിർത്ത്. എപ്പോഴും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. കല്യാണം ഉറപ്പിച്ച് അന്ന് തൊട്ട് പറയണതാ. ജാതകം, രാശി, നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോ? നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചു. ഇനി മേലിൽ ഈ മീനുൻ്റെ മെക്കിട്ട് കയറുകയോ അവളെ കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. 1000 വട്ടം പറയും. നീ എന്താണ് ചെയ്യുന്ന? അവളെ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ നീ എന്ത് ചെയ്യടാ? നീ എന്നെ അടിക്കുവോ കൊല്ലുവോ എന്ന് ചോദിച്ചു. ഭയങ്കര പെർഫോമൻസാണ് പ്രഭയുടെ വക. അർജുൻ, എൻ്റെ പൊന്നു മോനെ, നീ ഇങ്ങോട്ട് വാ. ഇവരോടൊന്നും അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവരൊക്കെ തള്ളയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം എന്താണ്ട് അർജുനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ പ്രഭ നിന്ന് ഉറഞ്ഞു തുള്ളി. അപ്പം കാഞ്ചനയും ആ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അമ്മേ എന്ന് വിളിച്ചു. ഞാൻ അവനെ 10 മാസം ചുമന്ന് പ്രസവിച്ചതാ എന്ന് പറഞ്ഞു. അതെ, അത് തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ പൊന്നു മോനെ, അവൻ എന്തെങ്കിലും പറയട്ടടാ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നല്ല മനസ്സുള്ളവരുടെ കൂടിയാ ദൈവം എന്നും കൂടെ ഉണ്ടാവുള്ളൂ. നിനക്കും മീനുവിനും ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കുക. പറയുന്നവരെ പറയട്ടെ. നീ വിട്ടുകള മോനെ എന്ന് പറഞ്ഞു.
അപ്പോൾ ഒന്നും മിണ്ടിയില്ല, അങ്ങ് പോയി. സാരമില്ല മീനു ആൻറ്റി, ആൻറ്റി കരയാതെ എന്ന് പറഞ്ഞു ജാനൂട്ടി. അല്ല, കുറേ കേട്ടതാ ജാനുമോളെ, അതുകൊണ്ട് ശീലമായിപ്പോയി. എന്നാലും ഇങ്ങനെയൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആൻറ്റി വിഷമിക്കാതെ കേട്ടോ. ഇതിനുള്ള ശിക്ഷ ഈ പട്ടാളം ജാനകി ഇന്ന് രാത്രി തന്നെ അവർക്ക് കൊടുത്തിരിക്കും കേട്ടോ. കരയാതെ മീനു ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പം മീനു കണ്ണൊക്കെ തൂത്തു. അപ്പം ജാനുവിനെ നോക്കി ജാനുവിൻ്റെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും ജാനു അടുത്ത പണിക്കുള്ള തയ്യാറിലാണ്. അപ്പോൾ ഒരു ഡ്രാക്കുളയുടെ ഇതെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മുത്തശ്ശൻ പേടിച്ചു പോയി. അയ്യോ ബോംബ് എന്ന് പറഞ്ഞു മുത്തശ്ശൻ ഇറങ്ങി ഓടുക. എൻ്റെ മുത്തശ്ശ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അയ്യോ ഇത് ബോംബും ഒന്നും അല്ല, ഇതൊരു ട്രോയാ. ആ അതെയോ, എൻ്റെ പൊന്നോ എന്ന് പറഞ്ഞ് മുത്തശ്ശനകത്തേക്ക് കയറുന്നു. പിന്നെ ഞാൻ ഈ കൊച്ചുകുട്ടി അതൊക്കെ വെച്ച് കളിക്കാൻ പറ്റുമോ? ഓ അത് ശരിയാ, ഇതൊരു പുതിയ തരം ടോയാ. എൻ്റെ പൊന്നോ, ഇപ്പോഴത്തെ ഓരോരോ കളിപ്പാട്ടങ്ങളെ എൻ്റെ പൊന്നോ, ഇതുകൊണ്ട് ഞാൻ രാത്രി ഒരു സൂത്രം ഒപ്പിക്കും. എന്താണാവോ എന്ന് ചോദിച്ചോ. അമ്മൂമ്മയും കാഞ്ചനാൻ്റെയും മീനു ആൻറ്റീനെ വഴക്ക് പറഞ്ഞില്ലേ, കരയിപ്പിച്ചില്ലേ? അപ്പോൾ അവർക്ക് എന്തെങ്കിലും പണി കൊടുക്കണ്ടേ മുത്തശ്ശ? പിന്നെ വേണമല്ലോ, ഉറപ്പായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. രാത്രി എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് മുത്തശ്ശി കണ്ട് തന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. പിന്നെ കൂടെ നിൽക്കാതെ നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടല്ലേ. അപ്പം പിന്നെ ഇനി ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇത്തിരി ടൈം ബോംബിൻ്റെ ശബ്ദമൊക്കെ കേൾക്കും, നിലവിളിയൊക്കെ കേൾക്കും, പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ഈ പട്ടാളം ജാനകിയുടെ നമ്പറാണെന്ന് കരുതിയാൽ മതി. അമ്മൂമ്മയും കാഞ്ചനാൻ്റി ഒഴികെ മറ്റെല്ലാവരോടും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. അയ്യോ പറയാമേ എന്ന് പറഞ്ഞു മുത്തശ്ശൻ. എന്താ ഒപ്പിക്കാമെന്ന് മുത്തശ്ശനൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നോ? പറയാം, ഇങ്ങ് വാ, രഹസ്യം പറയാം എന്ന് പറഞ്ഞ് ജാനൂട്ടി എല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പം അടിപൊളിയായി പൊളിച്ചടുക്കുക എന്നൊന്നും പറഞ്ഞു മുത്തശ്ശൻ. പിന്നല്ലാതെ മുത്തശ്ശൻ്റെ ജാനൂട്ടി ഒന്ന് പൊളിച്ചടുക്കുക എന്ന് മുത്തശ്ശൻ പറഞ്ഞു കേട്ടോ. അതാണ്. എന്നിട്ട് ജാനൂട്ടി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. എന്താ പറയുക, നല്ലവരോട് കൂട്ടുകൂടുക, അല്ലാത്തവർക്കിട്ട് പണി കൊടുക്കുക. അതാണ് പട്ടാളം ജാനകി. നല്ലവരോട് കൂട്ടുകൂടും, അത് തന്നെയാണ് അവൾ ചെയ്യുന്നത്. മിടുക്കി എന്ന് പറഞ്ഞ മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.